യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നന്ദേട്ടാ, കഴിഞ്ഞുപോയ കാര്യങ്ങളിലേക്ക് വീണ്ടും ചുഴിഞ്ഞിറങ്ങാൻ ഞാനില്ല. ഒരിക്കൽ അടച്ചു കഴിഞ്ഞ അധ്യായമാണ്. ഇനിയും എന്നെ കൊണ്ടത് തുറപ്പിക്കരുത്. എനിക്കൊന്ന് സംസാരിക്കാൻ പോലുള്ള അവസരം നീ തരുന്നില്ലല്ലോ അരുണമേ. അതിലെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇത്രയും വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ അരുണമേ? ഇനി അതൊക്കെ ഓർത്തു വെച്ച്. വർഷങ്ങൾ കഴിഞ്ഞതും ഓർമ്മകളൊക്കെ മങ്ങിയതും നിങ്ങൾക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലം ഒരു നീണ്ട ഉറക്കം പോലെയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം ഇന്നലെ സംഭവിച്ചതുപോലെയാണ് തോന്നുന്നതും. പഴയ അരുണമയായി ജീവിക്കാൻ ഇനി എനിക്കാവോന്ന് തോന്നില്ല നന്ദേട്ടാ. നമുക്കിടയിൽ കോമൺ ആയിട്ടുള്ളത് പൂജമോള് മാത്ര. അവളുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം സഹകരിക്കാന്നല്ലാതെ കുടുംബം എന്നൊരു സങ്കല്പമൊന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ ഉപേക്ഷിച്ചു. ശരിയാ, തെറ്റ് ചെയ്തത് ഞാനാ. അതിന്റെ ശിക്ഷ ഞാൻ അനുഭവിച്ച മതിയാവൂ. പക്ഷെ അതൊരിക്കലും മനഃപൂർവ്വം ആയിരുന്നില്ല അരുണിമേ. എല്ലാ കുറ്റവാളികളും അവസാനം ആവർത്തിക്കുന്നത് ആ വാക്കാണ് നന്ദേട്ടാ. മനഃപൂർവ്വം ആയിരുന്നില്ല എന്ന്. സമ്മതിച്ചു, ഞാൻ കുറ്റവാളി തന്നെയാ. ഈ കുറ്റവാളിയോടൊപ്പം ജീവിതത്തിൽ തുടരാൻ തനിക്ക് ആഗ്രഹമില്ലെന്നല്ലേ? 25 വർഷം മുമ്പത്തെ തെറ്റിന് ഇപ്പോഴും പിഴയൊടുക്കി തീർന്നിട്ടില്ല ഞാൻ. അന്ന് എന്റെ നേരെ ഉണ്ടായ ആക്രമത്തിൽ നിന്നോട് ചെയ്ത ചതിയായിരുന്നു അരുണിമേ. എന്റെ ശരീരത്തിൽ കടാര കയറ്റിയത് അല്ലാതെ ശങ്കറോ സേനാപതിയോ ആയിരുന്നില്ല. ആ തെറ്റിനു വേണ്ടി പിടഞ്ഞു വരുന്നതിന് മുമ്പ് ജീവിതം കൊണ്ട് നേടിയതെല്ലാം നിന്റെയും പൂജയുടെയും പേരിൽ മാറ്റിവെക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. താൻ അതിനും സമ്മതിച്ചില്ല. സാരമില്ല, ആ കടാരി ഇനി എന്നെ തേടി വരും, അതുറപ്പാ. ആ കത്തിമുനയിൽ ജീവൻ തീർന്നാലും ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ 25 വർഷവും ഞാൻ ഉരുകി തീർന്നത് നിന്നെയും മോളെ ഓർത്തിട്ടായിരുന്നു. അത് നീ വിശ്വസിച്ചില്ലെങ്കിലും ഇനി മോളായിട്ട് അച്ഛനോടൊന്നും ചോദിക്കരുത്. പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. നന്ദന്റെ സ്വത്ത് സ്വീകരിക്കണോ കൂടെ ജീവിക്കണോ എന്നുള്ളതൊക്കെ അരുണിമയുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സുകളാ. അതിലിടപെടാനോ അഭിപ്രായം പറയാനോ ആർക്കും അവകാശമില്ല. പിന്നെ പോയിപ്പോയ ജീവിതത്തെ പറ്റിയാണ് അരുണിമ ഇങ്ങനെ സങ്കടപ്പെടുന്നതെങ്കിൽ അതില് ഒരർത്ഥവുമില്ല. എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായവർക്ക് ഭൂതകാലത്തെ പ്രതിയുള്ള ദുഃഖം ഉണ്ടാവില്ല അരുണിമേ. സ്വാമിജി, ഞാനൊരോർത്തപ്പോ ഓർമ്മകൾ തന്നെയാണ് പ്രശ്നം.
എന്തിനാ നമ്മൾ കഴിഞ്ഞ കാലം വീണ്ടും വീണ്ടും ഓർക്കുന്നത്? അത് അത്രമേൽ നമുക്ക് പ്രിയങ്കരമായിരുന്നോണ്ടാ. ആ പ്രിയത്തെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ നമുക്ക് സങ്കടം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതിപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് മോഹിക്കുന്നുണ്ടാ. പിന്നെ അരുണിമയ്ക്ക് എത്ര കാലം വേണമെങ്കിലും സൂര്യപ്രഭയെ തുടരാം. എന്റെ കാലം കഴിഞ്ഞാലും അരുണിമയ്ക്ക് ഇവിടെ ജീവിക്കാം. പക്ഷേ ജീവിതത്തോടുള്ള വൈരാഗ്യ ബുദ്ധിമുട്ടല്ല നമ്മൾ സന്യാസ തുല്യമായ ഏകാന്ത ജീവിതം തിരഞ്ഞെടുക്കേണ്ടത്. ആശയിൽ നിന്നാണ് ദുഃഖം ഉണ്ടാവുന്നതെന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. ആശ പൂർത്തിയാവാതെ വരുമ്പോൾ അതൃപ്തി ഉണ്ടാവും. നിരന്തരമായ അതൃപ്തി ദുഃഖത്തിന്റെ തീവ്രത ജ്വലിപ്പിക്കും, ശമിപ്പിക്കില്ല. ഉറ്റവരോടും ഉടയവരോടും ഒപ്പമുള്ള ജീവിതം തൃപ്തിയായി എന്ന് സ്വാഭാവികമായും മനസ്സിന് തോന്നണം. എന്നിട്ട് വേണം ബന്ധങ്ങളെ വെടിഞ്ഞ് നിഷ്കാമ കർമ്മം തിരഞ്ഞെടുക്കാൻ. സന്യാസമാണെങ്കിലും ചാരിറ്റിയാണെങ്കിലും അതാണ് ശരി. അതേ സഫലമായി അനുഷ്ഠിക്കാൻ കഴിയൂ. ഞാൻ അരുണിമയെ നിരാശപ്പെടുത്താനോ വിഷമിപ്പിക്കാനോ വേണ്ടി പറഞ്ഞതല്ല, ആലോചിക്കാൻ പറഞ്ഞതാ. ഗാഠമായി ആലോചിക്ക, എന്നിട്ട് തീരുമാനിക്ക ഇനിയുള്ള കാലം എന്ത് വേണമെന്ന്. ആ ശരി ശരി, ഞാൻ തിരിച്ചു വിളിച്ചോളാം. ഓക്കെ. പൂജ, എടോ, താൻ ഇങ്ങനെ നിന്ന് വിഷമിച്ചുകൊണ്ട് കാര്യമില്ല. കേട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചേട്ടാ. അച്ഛനും അമ്മയും തമ്മി കാര്യമായിട്ടുള്ള എന്തോ പ്രശ്നമുണ്ട്. ഇത്രയും കാലം തിരിച്ചറിഞ്ഞിട്ടും അറിയാത്ത മട്ടിൽ അമ്മ മനഃപൂർവ്വം പെരുമാറുകയായിരുന്നു. അതിന് കാരണം അവര് തമ്മിലുള്ള എന്തോ കുഴപ്പമാണ്. അത് എന്താണെന്ന് നമ്മൾ അറിയാതെ എന്ത് ചെയ്യും? അച്ഛൻ പറഞ്ഞൊരു വാചകം കേട്ടിട്ടാ ഞാൻ അങ്ങോട്ട് ചെന്നത്. എന്ത്? അച്ഛനെ അന്ന് കുത്തിവീഴ്ത്തിയത് ശങ്കർ അങ്കിളോ സേനാപതിയോ അല്ലെന്ന്. പിന്നെ ആരാണെന്ന് അങ്കിള് പറഞ്ഞു? അങ്ങനെ അല്ല പറഞ്ഞത്. അമ്മയോട് ചെയ്ത ചതിയാണ് 25 വർഷത്തിന് ശേഷം അച്ഛന്റെ ശരീരത്തിൽ കത്തി ആഴ്ത്തിയതെന്നാ. എന്നുവെച്ചാ അങ്കിളിന്റെ ആന്റിയുടെ ഇടയിൽ നടന്ന എന്തോ ഒരു സംഭവത്തിന്റെ ബാക്കിയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണം എന്നർത്ഥം. അതെ, മാത്രമല്ല ഈ ആക്രമണം ഇനിയും പ്രതീക്ഷിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അജുവേട്ടാ, എനിക്ക് പേടിയാവുക. അങ്കിൾ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പാ, ശങ്കർ റാമിനെയും സേനാപതിയും പ്രിയയും കൂടാതെ തീരാത്ത പകയുമായി മറ്റൊരാൾ കൂടി അങ്കിളിന്റെ പുറകെയുണ്ട്. അയാൾ ഇനിയും എന്തെങ്കിലും ചെയ്യുമെന്ന് അങ്കിളിന് പേടിയുണ്ട്. അതുകൊണ്ടാ തിരക്കെട്ട് ഈ തീരാധാരം നടത്തിയത്. അജുവേട്ടാ, അച്ഛൻ എന്തെങ്കിലും സംഭവിക്കോ? എന്തെങ്കിലും സംഭവിക്കും മുമ്പ് അത് തടയാനാണല്ലോ നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷേ അതിന് 2 കാര്യം അറിയണം. അന്ന് നടന്ന സംഭവം എന്താണ്, അതിന്റെ പകയുമായി ഇപ്പോഴും അങ്കിളിനെ പിന്തുടരുന്നത് ആരാണ്? അന്ന് നടന്ന സംഭവം അന്വേഷിക്കുന്നതിൽ എളുപ്പം പിന്തുടരുന്ന ആളെ കണ്ടുപിടിക്കുന്നത്. താൻ ധൈര്യമായിട്ടിരിക്കുക. എടോ, നമ്മളത് കണ്ടുപിടിക്കും. അങ്കിളിന്റെ ആന്റിയുടെ ഇടയിലുള്ള പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അത് നമ്മൾ പരിഹരിച്ചിരിക്കും. മനുഷ്യന് പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല പൂജ. മനുഷ്യര് പരിഹരിക്കേണ്ടെന്ന് വിചാരിക്കുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. താൻ പോ, ഏറ്.